ഔദ്യോഗികമായി ചർച്ച നടന്നിട്ടില്ലെന്നാണ് KC വേണുഗോപാൽ ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതിനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഔദ്യോഗികമായിട്ടുള്ള ചർച്ച ഒന്നും നടത്തിയിട്ടില്ല. UDF എടുത്തിട്ടുള്ള തീരുമാനം ആരുടെയും പുറകിൽ പോവില്ല, എന്നാൽ വാതിൽ കൊട്ടി അടയ്ക്കില്ല. ആ നയം തന്നെയാണ് UDFന്റെ. അപ്പോൾ സഹകരിക്കാൻ UDFിലേക്ക് വരാനൊക്കെ തയ്യാറുള്ളവരെ തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത് പരാതി നൽകി രാഹുൽ അറസ്റ്റിലായതിനു പിന്നാലെ ആ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ഈ അതിജീവിത. ഒരു കാരണവശാലും പാർട്ടി അതിജീവിതയ്ക്കെതിരായിട്ടുള്ള ഒരു നടപടിക്കും പാർട്ടി കൂട്ടുനിൽക്കില്ല. അത് പാർട്ടി പരിശോധിച്ച് വേണ്ട നിലപാട് KPC പ്രസിഡന്റ് സ്വീകരിക്കും. കേരള കോൺഗ്രസ് UDFിലേക്ക് വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത് ഭരണമാറ്റത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി സുഗമമാവില്ലേ കാര്യങ്ങൾ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ നല്ല വോട്ട് ബാങ്കുള്ള രാഷ്ട്രീയ പാർട്ടികൾ? അല്ല, കേരള കോൺഗ്രസ് UDFിലേക്ക് വരുന്നതിനെ തുടക്കം മുതൽക്ക് സ്വാഗതം ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അവർ വരുന്നതിൽ വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ തീരുമാനം എടുക്കേണ്ടത് പാർട്ടി മുന്നണിയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.